നമസ്കാരം. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ന് ലോകത്തിലെ ഏറ്റവും സങ്കീർണവും സംഘർഷഭരിതവുമായ മേഖലകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. വർഷങ്ങളായി സമാധാനത്തിൻ്റെയും സാമ്പത്തിക അഭിവൃദ്ധിയുടെയും പ്രതീകമായി നിലകൊണ്ടിരുന്ന ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ചും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE, ഇന്ന് പുതിയൊരു സുരക്ഷാ വെല്ലുവിളിയുടെ നടുവിലാണ്. അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യം UAEയുടെ പ്രാദേശിക സുരക്ഷയെ സാരമായി ബാധിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇറാനുമായി ബന്ധമുള്ള ഒരു ഭീകര സംഘത്തെ UAEയുടെ സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ആഭ്യന്തര സമാധാനത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചനകളാണ് ഈ സംഘം നടത്തിയിരുന്നതെന്ന് ഭരണകൂടം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. സുരക്ഷാ ഭീഷണികളെ അതീവ ഗൗരവത്തോടെ കാണുന്ന UAEയുടെ നിലപാട് മേഖലയിലെ ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴി തുറക്കുന്നത്. ഇറാനിലെ 1979 ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ അടിസ്ഥാന തത്വമായ വിലായത്ത് ഇ ഫലീഹ് എന്ന സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരും അതിനോട് കൂറു പുലർത്തുന്നവരുമായ ഒരു സംഘത്തെയാണ് UAE സുരക്ഷാ സേന തടവിലാക്കിയിരിക്കുന്നത്. 27 അംഗങ്ങളുള്ള ഈ സംഘം രാജ്യത്തെ ചിട്ടയായ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും അട്ടിമറികൾക്കും വേണ്ടി ഗൂഢാലോചന നടത്തിയെന്നാണ് അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത്. വിദേശ ശക്തികളുമായി ചേർന്ന് പ്രവർത്തിക്കുകയും രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ് ഇവരുടെ മേൽ ചുമത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റം. രാജ്യത്തിൻ്റെ ഐക്യത്തിനും സാമൂഹിക സമാധാനത്തിനും ഭീഷണിയാകുന്ന വിധത്തിൽ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, രഹസ്യ സംഘടനകൾ രൂപീകരിക്കുക, വിദേശ ഏജൻസികളിലേക്ക് പണം കൈമാറുക തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഇവർ ഏർപ്പെട്ടിരുന്നു. തങ്ങളുടെ ആശയങ്ങൾ യുവാക്കളിലേക്ക് എത്തിക്കാനും അവരെ വഴിതെറ്റിക്കാനും വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കാനും ഈ സംഘം ശ്രമിച്ചിരുന്നതായി സുരക്ഷാ സേന വ്യക്തമാക്കി. UAE പോലെയുള്ള രാജ്യങ്ങൾ ഇത്തരം സുരക്ഷാ നടപടികൾക്ക് മുതിരുന്നത് പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് വർഷങ്ങളായി വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലകളിലുടനീളം ഇറാൻ ആക്രമണങ്ങൾ നേരത്തെ വ്യാപിപ്പിച്ചിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടികൾ നേരിടേണ്ടി വന്നതും ഭീഷണി അനുഭവപ്പെടുന്നതും UAE ആണ്. വിമാനത്താവളങ്ങൾ, ഊർജ്ജ കേന്ദ്രങ്ങൾ, ടൂറിസ്റ്റ് ഹബ്ബുകൾ തുടങ്ങിയ നിർണായക പൊതുമേഖലാ അടിസ്ഥാന സൗകര്യങ്ങളെപ്പോലും ഇറാൻ ലക്ഷ്യമിട്ടിരുന്നു. മിക്ക ആക്രമണങ്ങളും പ്രതിരോധിക്കുവാൻ UAEക്ക് സാധിച്ചുവെങ്കിലും ഇത്തരത്തിൽ ആഭ്യന്തരമായി ഭീകര സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷാ വലയത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തുന്നതിന് കാരണമാകും. ഈ പശ്ചാത്തലത്തിൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യുവാൻ കഴിയില്ലെന്ന് UAE ഭരണകൂടം ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള ഒരു തീവ്രവാദ ശൃംഖലയെ UAE പിടികൂടിയിരുന്നു. മേഖലയിലെ സ്ഥിരത തകർക്കാനും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ഇറാൻ സ്വീകരിക്കുന്ന ഇത്തരം തന്ത്രങ്ങളെ UAE വളരെ കൃത്യതയോടെയാണ് പ്രതിരോധിക്കുന്നത്. ഇറാൻ്റെ ആക്രമണങ്ങൾ മൂലം തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സാമ്പത്തിക മേഖലയ്ക്കും ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഇറാൻ ഉത്തരവാദിത്തം ഏൽക്കണമെന്നും അതിനുള്ള നഷ്ടപരിഹാരം നൽകണമെന്നും UAE അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു. ഒരു രാജ്യമെന്ന നിലയിൽ തങ്ങളുടെ പരമാധികാരത്തെയും സമാധാനത്തെയും സംരക്ഷിക്കുവാൻ ഏത് കർശന നടപടിക്കും തങ്ങൾ തയ്യാറാണെന്ന സന്ദേശമാണ് ഇത്തരം അറസ്റ്റുകളിലൂടെ UAE നൽകുന്നത്. യുവാക്കളെ സ്വാധീനിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങളെ ചെറുക്കുവാൻ ആഭ്യന്തര സുരക്ഷാ ഏജൻസികൾക്ക് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് ഈ സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൻ്റെ തീവ്രതയാണ് കാണിക്കുന്നത്. യുദ്ധക്കളത്തിലെ നേരിട്ടുള്ള പോരാട്ടങ്ങൾക്കപ്പുറം രഹസ്യമായി രാജ്യത്തിനുള്ളിൽ കടന്നുകയറി അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തുക എന്ന തന്ത്രം ഇറാൻ പയറ്റുമ്പോൾ അതിനെ ബുദ്ധിപരമായും കടുത്ത രീതിയിലും നേരിടാനാണ് UAE ശ്രമിക്കുന്നത്. ഭീകരവാദത്തെ ഒരു കാലത്തും വെച്ചു പൊറുപ്പിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന UAE ഇത്തരം നടപടികൾ തുടരുമെന്ന് തന്നെയാണ് സൂചനകൾ. ആഗോളതലത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കേന്ദ്രമായി നിലനിൽക്കുന്ന UAE ഇനിയുള്ള കാലങ്ങളിൽ സുരക്ഷാ കാര്യങ്ങളിൽ കൂടുതൽ കർശനമായ നിരീക്ഷണം തുടരേണ്ടി വരും. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെടണമെങ്കിൽ ഇത്തരത്തിലുള്ള ഭീകര ശൃംഖലകളെ വേരോടെ പിഴുതെറിയണമെന്നും ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം തങ്ങളുടെ യുവാക്കളെ ഇത്തരം തീവ്രവാദ ആശയങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ ബോധവൽക്കരണവും ശക്തമായ നിയമനിർമ്മാണവും അനിവാര്യമാണ്. UAEയിലെ സുരക്ഷാ സംവിധാനങ്ങൾ ഭീകരപ്രവർത്തനങ്ങളോട് പുലർത്തുന്ന നിലപാട് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇത്തരത്തിൽ ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്നവർക്ക് UAE നിയമപ്രകാരം ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ചും അത് വധശിക്ഷയിലേക്ക് നയിക്കുമോ എന്നുമുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരാറുണ്ട്. UAEയുടെ നിയമസംഹിത വളരെ വ്യക്തവും കർശനവുമാണ്. ഭീകരതയെ ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കാത്ത
സീറോ ടോളറൻസ് നയമാണ് രാജ്യം പിന്തുടരുന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷ, പരമാധികാരം, സാമൂഹിക സമാധാനം എന്നിവ തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊരു പ്രവർത്തനവും UAEയിൽ അതീവ ഗൗരവകരമായ കുറ്റകൃത്യമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. UAEയിൽ ഭീകരപ്രവർത്തനങ്ങളെ നേരിടാൻ 2014 ഫെഡറൽ നിയമം നമ്പർ 7 ആണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഈ നിയമം ഭീകരതയെ വളരെ വിശാലമായിട്ടാണ് നിർവചിക്കുന്നത് പോലും. അക്രമം നടത്തുക എന്നത് മാത്രമല്ല, ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുക, റിക്രൂട്ട്മെന്റ് നടത്തുക, രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന രഹസ്യ വിവരങ്ങൾ കൈമാറുക തുടങ്ങിയവയെല്ലാം ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. ഒരു വ്യക്തിക്കോ സംഘത്തിനോ എതിരെ ഇത്തരം കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടാൽ അത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെതിരെയുള്ള കടന്നുകയറ്റമായിട്ടാണ് കോടതി കാണുക. ഈ സാഹചര്യത്തിൽ UAEയിലെ ഭീകരവിരുദ്ധ നിയമങ്ങൾ പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷകൾ വളരെ വൈവിധ്യമാർന്നതാണ്. കുറ്റത്തിൻ്റെ ഗൗരവമനുസരിച്ച് പിഴ, തടവ് ശിക്ഷ, വധശിക്ഷ എന്നിങ്ങനെ ശിക്ഷകൾ നീളാം. പിടിയിലായവരുടെ തലവെട്ടുമോ, അതായത് വധശിക്ഷ നടപ്പിലാക്കുമോ എന്ന ചോദ്യത്തിന് അത് കോടതിയുടെ തീരുമാനത്തെയും കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവത്തെയും ആശ്രയിച്ചിരിക്കും എന്ന് പറയേണ്ടതുണ്ട്. UAE നിയമപ്രകാരം വധശിക്ഷ എന്ന ശിക്ഷാവിധി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇത് ഏതൊരു ചെറിയ കുറ്റത്തിനും നൽകുന്ന ഒന്നല്ല. രാജ്യത്തിൻ്റെ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്ന, അനേകം പേരുടെ മരണത്തിന് കാരണമാകുന്ന, അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങളിലൂടെ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്ന കേസുകളിൽ മാത്രമാണ് വധശിക്ഷ സാധാരണയായി കോടതി പരിഗണിക്കാറുള്ളത്. രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, വിദേശ ശക്തികളുമായി ചേർന്ന് രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുക തുടങ്ങിയ കേസുകളിൽ തെളിവുകൾ ശക്തമാണെങ്കിൽ കോടതിക്ക് വധശിക്ഷ വിധിക്കാനുള്ള അധികാരമുണ്ട്. അതിനാൽ പിടിയിലായ സംഘം ചെയ്ത കുറ്റങ്ങൾ ഏത് പരിധിയിൽ വരുന്നുവെന്നതും അവർക്ക് എത്രത്തോളം പങ്കാളിത്തമുണ്ട് എന്നതും വിധി നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാണ്. നിയമ നടപടികളെ സംബന്ധിച്ചിടത്തോളം UAEയിൽ ഭീകരവാദ കേസുകൾ വളരെ ഗൗരവത്തോടെയാണ് കോടതികൾ കൈകാര്യം ചെയ്യുന്നത്. പ്രതികൾക്ക് വിചാരണയ്ക്കുള്ള അവസരം ലഭിക്കുമെങ്കിലും തെളിവുകൾ കുറ്റകരമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ശിക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. 10 വർഷം മുതൽ ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ഇത്തരം കേസുകളിൽ ലഭിക്കാം. ചില സാഹചര്യങ്ങളിൽ ഇതിലും വലിയ പിഴകളും ശിക്ഷാ കാലാവധിക്ക് ശേഷം നാടുകടത്തൽ നടപടികളും ഉണ്ടാകാറുണ്ട്. രാജ്യത്തിന് പുറത്തു പോയാലും ഇത്തരം കുറ്റവാളികളെ പിടികൂടാനുള്ള അന്താരാഷ്ട്ര സഹകരണം UAEക്കുണ്ട്. അതിനാൽ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ്. വിദേശ ഭീകര സംഘടനകളുമായി ബന്ധം പുലർത്തുകയോ അവരിൽ നിന്ന് പണം സ്വീകരിക്കുകയോ ചെയ്തവർക്ക് കഠിനമായ ജയിൽവാസമാണ് കാത്തിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷയും പൗരന്മാരുടെ സമാധാനവും മുൻനിർത്തിയാണ് UAE ഇത്രയും കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. വിനോദസഞ്ചാരത്തിനും ബിസിനസ്സിനും ലോകപ്രശസ്തമായ UAE ഭീകരതയുടെ നിഴൽ പോലും വീഴാത്ത ഇടമായി നിലനിർത്തുവാൻ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണ്. ഭീകരവാദികൾക്ക് ഇവിടെ ഒളിച്ചിരിക്കാൻ കഴിയില്ലെന്നും ഏത് നിമിഷവും പിടിക്കപ്പെടുമെന്നും പിടിക്കപ്പെട്ടാൽ കഠിനമായ ശിക്ഷ ലഭിക്കുമെന്നുമുള്ള ബോധം സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നത് സുരക്ഷാ ഏജൻസികളുടെ ലക്ഷ്യമാണ്. ഇറാനിയൻസ് ബന്ധമുള്ള സംഘത്തിൻ്റെ കാര്യത്തിലും ഇതേ നിയമങ്ങൾ തന്നെയാണ് ബാധകമാവുക. കോടതി അവർക്കെതിരെ എന്ത് വിധി പ്രസ്താവിക്കുമെന്നതും വിചാരണയുടെ പൂർണ്ണമായ ഘട്ടത്തിൽ മാത്രമേ വ്യക്തമാകൂ എങ്കിലും നിയമപരമായ ശിക്ഷകൾ വളരെ കഠിനമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ചുരുക്കത്തിൽ UAEയുടെ നിയമവ്യവസ്ഥ ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർക്കശമാണ്. നിയമങ്ങളെ വെല്ലുവിളിക്കുന്നവർക്ക് അത് വധശിക്ഷയായാലും ദീർഘകാല തടവറയായാലും നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നത് ഉറപ്പാണ്. UAE പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇറാനുമായി ബന്ധമുള്ള ഭീകര ശൃംഖലകളെ കണ്ടെത്തുന്നതും പിടികൂടുന്നതും ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തന്ത്രപരമായ തിരിച്ചടിയാണ്. ദശകങ്ങളായി മധ്യേഷ്യയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുവാൻ ഇറാൻ പയറ്റുന്ന പ്രോക്സി വാർ അഥവാ പരോക്ഷ യുദ്ധതന്ത്രങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഈ നടപടികൾ ഉയർത്തുന്നത്. ഒരു രാജ്യം എന്ന നിലയിൽ തങ്ങളുടെ അതിർത്തികൾക്കപ്പുറം സ്വാധീനം ചെലുത്തുവാൻ ഇറാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഇത്തരത്തിലുള്ള രഹസ്യ ശൃംഖലകളാണ്. എന്നാൽ ഈ ശൃംഖലകൾ വെളിപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് ഇറാൻ ഭരണകൂടത്തിൻ്റെ പ്രവർത്തനക്ഷമതയും വിശ്വാസ്യതയും ഒരുപോലെ ബാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി ഇറാനിലെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് തന്നെയാണ്. വർഷങ്ങളായി രഹസ്യമായി പ്രവർത്തിച്ചുണ്ടാക്കിയ ഒരു സംഘത്തെ പെട്ടെന്ന് ഇല്ലാതാക്കുമ്പോൾ അതിനായി ഇറാൻ ചെലവാക്കിയ പണവും സമയവും അധ്വാനവും വൃഥാവിലാകുന്നു. മാത്രമല്ല, ഇത്രയും സൂക്ഷ്മമായി പ്രവർത്തിക്കുന്ന ഒരു ശൃംഖലയെ കണ്ടെത്തുവാൻ UAEയുടെ സുരക്ഷാ ഏജൻസികൾക്ക് കഴിഞ്ഞു എന്നത് ഇറാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പരാജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. UAEയുടെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാണെന്നും ഇത്തരം അട്ടിമറി ശ്രമങ്ങളെ മുൻകൂട്ടി കാണുവാൻ അവർക്ക് കഴിയുന്നുണ്ടെന്നും തെളിയിക്കപ്പെട്ടത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയാണ്. ഇനിയുള്ള കാലങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരം രഹസ്യപ്രവർത്തനങ്ങൾ നടത്തുക എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക്കായി മാറും. നയതന്ത്രപരമായി നോക്കിയാൽ മേഖലയിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമായി സ്വയം ഉയർത്തിക്കാട്ടാൻ ഇറാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും ഇത്തരം നടപടികളിലൂടെ തകർന്നു. മധ്യേഷ്യൻ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും വാണിജ്യപരമായ സഹകരണം ഉറപ്പാക്കാനും ഇറാൻ ശ്രമിക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇത്തരം അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവരുടെ ഇരട്ടത്താപ്പാണ് വെളിപ്പെടുത്തുന്നത്.
അയൽ രാജ്യങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇറാൻ ഏർപ്പെടുന്നുവെന്ന് തെളിയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്താൻ കാരണമാകും. അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ കഠിനമായി പരിശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. ഇത് ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള അകലം വീണ്ടും വർദ്ധിപ്പിക്കും. കൂടാതെ ഗൾഫ് സഹകരണ കൗൺസിൽ അഥവാ GCC രാജ്യങ്ങൾക്കിടയിൽ ഇറാനെതിരെ കൂടുതൽ ഐക്യം രൂപപ്പെടാൻ ഇത്തരം സംഭവങ്ങൾ വഴിയൊരുക്കും. മുൻപ് ഭിന്നതകൾ ഉണ്ടായിരുന്ന അറബ് രാജ്യങ്ങൾ പോലും ഇറാന്റെ ഇത്തരം ഇടപെടലുകളെ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. തങ്ങളുടെ പൊതുശത്രുവിനെതിരെ കൂടുതൽ ശക്തമായ സുരക്ഷാ സഹകരണം ഉറപ്പാക്കുവാൻ ഗൾഫ് രാജ്യങ്ങൾ നിർബന്ധിതരാകും. ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നതിലും സംയുക്തമായി സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിലും അറബ് രാജ്യങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ ഒറ്റപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. തങ്ങളുടെ തന്ത്രപരമായ നീക്കങ്ങൾ അറബ് രാജ്യങ്ങളുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ തകർക്കപ്പെടുന്നു എന്നത് ഇറാൻ ഭരണകൂടത്തിന് വലിയൊരു മാനസിക സമ്മർദ്ദം നൽകുന്നുണ്ട്. ആശയപരമായ തലത്തിലും ഇറാൻ വലിയ തിരിച്ചടി നേരിടുന്നു. തങ്ങളുടെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഗ്രൂപ്പുകൾ ഭീകരവാദികളായി മുദ്രകുത്തപ്പെടുകയും ജനങ്ങളാൽ വെറുക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഇറാന്റെ വിപ്ലവ കയറ്റുമതി എന്ന ആശയത്തിന് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത കുറയും. യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് സ്വന്തം ആശയങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം പരാജയപ്പെടുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങളിൽ ഇറാനോടുള്ള അവമതിപ്പ് വർദ്ധിക്കും. ചുരുക്കത്തിൽ ഇത്തരം അറസ്റ്റുകൾ വെറും സുരക്ഷാ നടപടികൾ മാത്രമല്ല, അത് ഇറാൻ മധ്യേഷ്യയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഭൗമ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ അടിത്തറയിൽ തന്നെ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇറാന്റെ ഓരോ നീക്കവും ഇപ്പോൾ കൂടുതൽ നിരീക്ഷണത്തിലാണെന്നും ഏത് ചെറിയ പിഴവും വലിയ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നുമുള്ള സന്ദേശം ഈ അറസ്റ്റുകളിലൂടെ വ്യക്തമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.